ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കോഡിംഗ് ചാനൽ. ഇന്ന് ഞാൻ ICD ബുക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ എക്സാം ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെയാണെന്നുള്ള നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ICD ബുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ടേംസുകൾ, അതിൻ്റെയൊക്കെ മീനിങ്ങുകളൊക്കെയാണ് ഇതിനകത്ത് ഈ പേജുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വാട്ട്സ് ന്യൂ ഫോർ 2020 അപ്ഡേറ്റ്സുകളാണ്. അതായത് ഏതൊക്കെയാണ് ഡിലീറ്റഡ് കോഡുകൾ, ഏതൊക്കെയാണ് ന്യൂ കോഡുകൾ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൺവേർഷൻ ടേബിൾ ഓഫ് ICD 10 CM കോഡ്സ്, പിന്നെ 10 സ്റ്റെപ്സ് ടു കറക്റ്റ് കോഡിങ്. ഇതിനകത്ത് എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു 10 സ്റ്റെപ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എക്സാമ്പിൾസ് കാണിച്ചിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗൈഡ് ലൈൻസ് ആണ്. നമുക്ക് 21 ചാപ്റ്റേഴ്സ് ഉണ്ട് ICDയിൽ. അപ്പോൾ അത് ഓരോന്നും കോഡ് ചെയ്യണതിന് കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ 21 ചാപ്റ്റേഴ്സിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻഡെക്സ് ടു ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ് ആണ്. ഇതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിൽ A to Z നമുക്ക് ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസിൻ്റെ കോഡ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നെയിമുകളാണ്, ഡിസീസസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കോഡുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇങ്ങനെ A മുതൽ ഇങ്ങനെ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2 ലൈൻസ് കാണുന്നുണ്ട്. ഒരു ഗ്രേ കളറിലുള്ള 2 ലൈനുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ അബ്നോർമൽ എന്നുള്ളതിൻ്റെ അടിയിൽ 2 ലൈനുകൾ കാണുന്നുണ്ട്. ആ ലൈനിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ അബ്നോർമലിൻ്റെ സബ് ടേം ആണ് വരുന്നത്. പിന്നെ അതിൻ്റെയും സബ് ടേം വരുമ്പോൾ ഈ രണ്ടാമത്തെ ലൈനിന് മുന്നിലായിട്ട്, കുറച്ച് മുന്നിലായിട്ട് അതിൻ്റെയും സബ് ടേമുകൾ കാണുന്നുണ്ട്. പിന്നെ അതിനകത്തും സബ് ടേം വരുമ്പോൾ ഈ രണ്ടാമത്തെ ലൈനിനോട് നേരെയായിട്ട് അതിൻ്റെ സബ് ടേമുകൾ കാണാൻ പറ്റും. നെക്സ്റ്റ് നിയോപ്ലാസം ടേബിളാണ്. ഇത് നമ്മുടെ ICDയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നിയോപ്ലാസം. അപ്പോൾ അതിനകത്ത് ഉള്ള കോഡുകൾ എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആ ചാപ്റ്ററിൽ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നിയോപ്ലാസം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടേബിൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. അതിലത്തെയും കോഡുകൾ ഈ ടേബിളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ. പിന്നെ വരുന്നത് എക്സ്റ്റേണൽ കോസസ് ഇൻഡെക്സ്, അതിൻ്റെ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ കോസസിൻ്റെ കോഡുകൾ. നെക്സ്റ്റ് ടാബുലാർ ലിസ്റ്റാണ്. നമ്മൾ ഇൻഡെക്സിൽ നിന്ന് എടുത്തിട്ടുള്ള കോഡുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, ടാബുലാർ ലിസ്റ്റിലാണ്. പിന്നെ നമുക്കിപ്പോൾ എക്സാമിനാണെങ്കിൽ നമുക്ക് ഇൻഡെക്സിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല, നേരെ ടാബുലാർ ലിസ്റ്റിൽ തന്നെ നോക്കിയാൽ മതി. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ടാബുലാർ ലിസ്റ്റിൽ തന്നെ ഏത് കോഡാണ് തന്നിട്ടുള്ളത് അത് നോക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് എടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സെർട്ടൈൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസ്, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ കോഡ്സ് ആണ്. പിന്നെ ഓരോ ചാപ്റ്റേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്, ഓരോ ചാപ്റ്ററുകളും. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര സുഖമായിരിക്കും. പിന്നെ ഈ സൈഡിൽ ഓരോ ചാപ്റ്ററിൻ്റെയും നെയിം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ സെർട്ടൈൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കോഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ പേജിൽ എത്രയൊക്കെ കോഡുകളുണ്ട്. ഇതിനകത്ത് A05 മുതൽ A09 വരെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പൻഡിക്സ് A, ഇത് 3 ക്യാരക്ടേഴ്സ് ഉള്ള ICD 10 CM കോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പൻഡിക്സ് B, അതിനകത്ത് ഫാർമക്കോളജി ലിസ്റ്റ്, 2020 ഫാർമക്കോളജി ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് അപ്പൻഡിക്സ് C ആണ്. സെറ്റ് കോഡ്സ് ഫോർ ലോങ് ടേം ഡ്രഗ് യൂസ് വിത്ത് അസോസിയേറ്റഡ് ഡ്രഗ്സ്. നെക്സ്റ്റ് അനാറ്റമിയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അനാറ്റമി, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അനാറ്റമി പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. CPC എക്സാമിൽ അനാറ്റമി ഭയങ്കര സിമ്പിളായിട്ടാണ്, വളരെ
സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ICD ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അനാറ്റമി, പിന്നെ CPT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ ചാപ്റ്റർ വൈസും അനാറ്റമി പിക്ചേഴ്സും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ പിക്ചേഴ്സൊക്കെ ആയിട്ട് ഓരോ ചാപ്റ്ററിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനാറ്റമിയുടെ ആൻസർ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ തീരെ കിട്ടാത്ത വേർഡ്സൊക്കെ ആണ് നമുക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് നോക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ICD ബുക്കിലുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അനോറക്സിയ തന്നിരിക്കണം. അനോറക്സിയയുടെ കോഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അനോറക്സിയ എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. അപ്പോൾ അത് കോഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എയിൽ ഇൻഡെക്സിൽ നോക്കുക. അനോറക്സിയ എന്ന് പറയുമ്പോൾ AN. അപ്പോൾ അനോറക്സിയ അപ്പോൾ ANൽ വന്നിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടും അനോറക്സിയ എന്നുള്ളത്. R63.0 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ സബ് ടേമുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് അനോറക്സിയ എന്നുള്ളത് മാത്രമാണ് തന്നിട്ടില്ല. R63.0 ആണ് കോഡ്. അപ്പോൾ നമുക്കിതിന് ടാബുലാർ ലിസ്റ്റിൽ പോയിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ R63.0 എടുക്കാം. R63യുടെ കോഡ് നമുക്ക് കിട്ടി. അതിനകത്ത് R63.0 നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അനോറക്സിയ, ലോസ് ഓഫ് അപ്പറ്റൈറ്റിന്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. സ്പെസിഫിക് കോഡ് നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന സ്പെസിഫിക് കോഡ് R63.0 ആണ്. അപ്പോൾ R63യുടെ സൈഡിലായിട്ട് ഒരു റെഡ് കളറിലൊരു ബോക്സ് കാണുന്നുണ്ട്. അതിനകത്ത് 4th എന്ന് എഴുതിയിട്ട് ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ട് 4th എന്ന് കാണാൻ പറ്റും. അതായത് ഇതിനകത്ത് അഡീഷണൽ ക്യാരക്ടേഴ്സ് റിക്വയർഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇതിനകത്ത് 4 ക്യാരക്ടർ വേണം. അപ്പം നമ്മൾക്ക് ഇപ്പോൾ എടുത്ത കോഡിൽ 4 ക്യാരക്ടർ ഉണ്ട്. R63.0 ഈ ഒരു ഹെഡിങ്ങിന് നമുക്ക് 4 ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇതിൻ്റെ സബ് ടേംസ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 4 ക്യാരക്ടർ R63.0 എന്നുള്ളത് എടുക്കുമ്പോൾ 4 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് എക്സ്ക്ലൂഡ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ എക്സ്ക്ലൂഡ് 1ൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ഈ മെയിൻ ഹെഡിങ്ങുമായിട്ട് ഒരുമിച്ച് വരില്ല. അതാണ് അതിൻ്റെ അർത്ഥം. എക്സ്ക്ലൂഡ് 1 എന്ന് പറഞ്ഞാൽ പ്യുവർ എക്സ്ക്ലൂഡ്സ് ആണ്. ഒരിക്കലും ഈ കണ്ടീഷൻസ് ഈ മെയിൻ ഹെഡിങ്ങിൻ്റെ കൂടെ വരില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അക്യൂട്ട് ബ്രോങ്കൈറ്റിസിന് എങ്ങനെയാണ് കോഡ് എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ടേം വരുന്നത് ബ്രോങ്കൈറ്റിസ് ആണ്. അപ്പോൾ നമ്മൾ ബ്രോങ്കൈറ്റിസ് നോക്കുക, Bയിൽ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ ബ്രോങ്കൈറ്റിസ് കിട്ടും. ബ്രോങ്കൈറ്റിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് അക്യൂട്ട് ആണ്, അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ സബ് ടേമുകൾ നോക്കി വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ കോഡ് കിട്ടും. അക്യൂട്ട് ഓർ സബ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ്, അക്യൂട്ട് ഓർ സബ് അക്യൂട്ട് വിത്ത് ബ്രോങ്കോസ്പാസം ഓർ ഒബ്സ്ട്രക്ഷൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അക്യൂട്ട് ഓർ സബ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൻ്റെ കോഡ് J20.9. അപ്പോൾ നമുക്കിനി ഈ കോഡ് ടാബുലാർ ലിസ്റ്റിൽ കൺഫേം ചെയ്യണം. J20.9 തന്നെയാണോ എന്നുള്ളത് അക്യൂട്ട് ബ്രോങ്കൈറ്റിസിൻ്റെ. അപ്പോൾ J എടുക്കുക. J20.9 എന്നുള്ള കോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് അൺസ്പെസിഫൈഡ്. അപ്പോൾ ഇതാണ് ഇതിൽ കറക്റ്റ് കോഡ്. നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് എന്ന് മാത്രമാണ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് കോഡ് J20.9. നെക്സ്റ്റ് നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനകത്ത് മെയിൻ ടേം എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇൻഫെക്ഷൻ എടുക്കണം. ഇതിനകത്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഇവിടെ. ഇൻഫെക്ഷനിൽ നമുക്ക് നോക്കേണ്ടത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ സബ് ടേമുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യൂറിനറി നമുക്ക് കിട്ടും. ഇവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ കോഡ് N39.0 എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കത് ടാബുലാർ ലിസ്റ്റിൽ പോയിട്ട് കൺഫേം ചെയ്യണം ഇതാണോ എന്നുള്ളത്. അപ്പോൾ N39
അപ്പോൾ നമുക്ക് N39.0 എടുത്തു. അപ്പോൾ അതിനകത്ത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സൈറ്റ് നോട്ട് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് N39.0 തന്നെയാണ്. ഇനിയിപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഡ്യൂ ടു ഈക്കോളൈ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഈ N39.0ൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിൻ്റെ കോഡും കൂടെ കൊടുക്കണം. അത് ഇതിനകത്ത് അടിയിൽ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ അടിയിൽ ഒരു റെഡ് കളറിൽ യൂസ് അഡീഷണൽ കോഡ് ടു ഐഡൻറ്റിഫൈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കോഡ് ചെയ്യണം. പിന്നെ ഇതിൽ നേരത്തെ എക്സ്ക്ലൂഡ് 1 ആയിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എക്സ്ക്ലൂഡ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ ഈ എക്സ്ക്ലൂഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് കണ്ടീഷനാണ്. എക്സ്ക്ലൂഡ് 2-ൽ കൊടുത്തിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതൊരു സെപ്പറേറ്റ് കണ്ടീഷനാണ്. ഈ ഡിസീസുമായിട്ടുള്ള ബന്ധപ്പെട്ടതല്ല, അത് വേറൊരു സെപ്പറേറ്റ് കണ്ടീഷൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് ഈ കണ്ടീഷനും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെയിൻ കോഡിൻ്റെ കൂടെ ഈ കണ്ടീഷൻസിൻ്റെ കോഡും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എക്സ്ക്ലൂഡ് 2. പക്ഷേ എക്സ്ക്ലൂഡ് 1 ആണെങ്കിൽ ഒരിക്കലും ആ 2 കണ്ടീഷൻസ് ഒരുമിച്ച്, ആ 2 കോഡുകൾ ഒരുമിച്ച് വരില്ല. ലാസ്റ്റ് നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. പോസ്റ്റ് പ്രൊസീജിയറൽ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ടേം വരുന്നത് ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷനുള്ള കോഡ് എടുക്കണം. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ്റെ കോഡ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ്റെ കോഡ് കിട്ടും. ഹൈപ്പർ ടെൻഷൻ. ഇനി അതിനകത്ത് പോസ്റ്റ് പ്രൊസീജിയറൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക പോസ്റ്റ് പ്രൊസീജിയറൽ എന്നുള്ളത് കോഡ് എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണാം പോസ്റ്റ് ഓപ്പറേറ്റീവ്. പോസ്റ്റ് പ്രൊസീജിയറൽ എന്ന് പറയുന്നത് തന്നെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്, ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹൈപ്പർ ടെൻഷൻ്റെ കോഡ് I97.3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അത് കൺഫേം ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പോസ്റ്റ് പ്രൊസീജിയറൽ നോക്കുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോഡ് I97.3. പോസ്റ്റ് പ്രൊസീജിയറൽ എന്ന് പറയുന്നത് തന്നെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. അതായത് ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ഹൈപ്പർ ടെൻഷനാണ് ഉണ്ടായത്. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹൈപ്പർ ടെൻഷന് I97.3 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അത് കൺഫേം ചെയ്യാം. ടാബുലാർ ലിസ്റ്റിൽ പോയിട്ട് I97 എടുക്കാം. അപ്പോൾ നമുക്ക് I97 കോഡ് നമ്മളിവിടെ എടുത്തു. I97.3 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ I97.3 എടുക്കുമ്പോൾ പോസ്റ്റ് പ്രൊസീജിയറൽ ഹൈപ്പർ ടെൻഷൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. പോസ്റ്റ് പ്രൊസീജിയറൽ ഹൈപ്പർ ടെൻഷൻ്റെ കറക്റ്റ് കോഡ് I97.3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കോഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, സെർട്ടൈൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസ്. അതിൻ്റെ ഗൈഡ് ലൈൻസും ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.